സാധാരണ വീട്ടുജോലി ചെയ്യുന്ന ആൾക്കാർ UAE പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പലപ്പോഴും പരീക്ഷിക്കപ്പെടുകയാണ് ഇവിടെ. ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ ഏറ്റവും പുതിയതായിട്ട് വന്ന അപ്ഡേറ്റും അതുപോലെ അവരുടെ ഈ സംശയങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് ശംസുദ്ദീൻ കരുനാഗപ്പള്ളി. ഒരു ഡൊമസ്റ്റിക് സർവന്റ് പിരിഞ്ഞു പോയാൽ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അവകാശമുണ്ട്, അതുപോലെ അവർക്ക് ലീവ് സാലറിക്ക് അവകാശമുണ്ട്, അവർക്ക് പെൻഡിങ് സാലറി ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ എവിടെ സൂചിപ്പിക്കണം? അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് തന്നെ കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ എതിർകക്ഷിയെ കൂടെ അവർ വിളിച്ചിട്ട് ഒരു സെറ്റിൽമെന്റിനുള്ള ശ്രമം നടത്തും. ആ സെറ്റിൽമെന്റ് ശ്രമം പരാജയപ്പെട്ടാൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ കേട്ടതിനു ശേഷം ഉചിതമായ തീരുമാനം എടുക്കാൻ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന് അധികാരം കൊടുത്തു. അത് 50,000 ദിർഹം വരെയുള്ള കാര്യത്തിലാണ്. ആ ഡിസിഷൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ പാർട്ടിക്ക് കോടതിയെ സമീപിക്കാം. അത് ഇതുവരെ സാധാരണ കേസുകളിൽ അപ്പീൽ കോടതിയിലായിരുന്നു ആ ഡിസിഷനെ ചലഞ്ച് ചെയ്യുന്നത്. അത് മാറ്റിക്കൊണ്ട് ഇനി മുതൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയിൽ തന്നെ ആ കേസ് ഫയൽ ചെയ്യാം. അപ്പൊ 50,000-നകത്തുള്ള എമൗണ്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് തീരുമാനിക്കുന്നത് രണ്ടുപേരും അംഗീകരിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് എക്സിക്യൂട്ടബിൾ ആണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് പണം വീടാക്കിയിട്ട് കോടതി പോകണ്ട. ഇനിയിപ്പോ ഒരു സംശയം, ഇപ്പൊ ഇങ്ങനെയുള്ള പല തൊഴിലാളികളും അല്ലെങ്കിൽ ഈ വീട്ടുവേല ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് ഏത് വിസയിലാണ് അവിടെ എന്നാലാണ് ഈ ഒരു കാര്യത്തിനൊക്കെ പരിഗണിക്കപ്പെടുക? ഡൊമസ്റ്റിക് സർവൻസിന്റെ വിസ എന്ന് പറയുമ്പോൾ ഡ്രൈവർ ജോലി ചെയ്യും, തമ്പാക്ക് എന്നൊക്കെ പറയത്തില്ലേ, അത് കുക്കാണ്. അപ്പൊ അവര് അതുപോലുള്ളത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ക്ലീനിങ് ജോലികൾ ചെയ്യുന്നവര് ഡൊമസ്റ്റിക് സർവൻസിന്റെ പരിധിയിൽ അവർക്ക് ലേബറുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. അവർക്ക് വിസ കിട്ടുന്നത് ഇമിഗ്രേഷനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭ്യമാകും. അപ്പൊ അതിൽ ചില ആൾക്കാര് നാട്ടിൽ നിന്ന് പല രീതിയിലുള്ള മറ്റു വിസകളിലും കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്നത്, അവരൊക്കെ ഈ പരിധിയിൽ പെടുവോ? അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവസാനം പോകുമ്പോൾ നിങ്ങൾ ആ വിസയിലല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലരും. ശരിക്കും പറഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാര്യം എന്താന്ന് വെച്ചാല് ഫ്രീലാൻസ് വിസ എന്നും പറഞ്ഞ് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നല്ല തുകയൊക്കെ വാങ്ങിച്ച് അവരെ കൊണ്ടുവന്നിട്ട് അവരേതെങ്കിലും അറബികളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസർ ആയിരിക്കുമല്ലോ വിസ കൊടുക്കുന്നത്. ഈ സ്പോൺസറുടെ വീട് പോലും ഈ പാർട്ടികൾ കാണുന്നില്ല. എവര് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി അവര് മണിക്കൂർ ബേസിലോ അവര് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വിസയുടെ കൊടുത്ത പൈസ മുതലാക്കുന്നു. അവർക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. പക്ഷെ ഈ സ്പോൺസറെ ഇവർക്ക് അറിയാൻ വയ്യ. ഇവര് നാളെ ഒരു തർക്കം വന്ന് ഇവർ കോടതിയിൽ പോകുന്ന സമയത്ത് ആ സ്പോൺസർ പറയുന്നു എന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടില്ല, വന്നപ്പോഴേ ഒളിച്ചോടി പോയി. അതിന് സ്പോൺസർമാർ എന്താണ് ചെയ്യുന്നത്? അവർക്കൊരു പരിരക്ഷ കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒരു 6 മാസം 8 മാസം അല്ലെ 1 വർഷം വരെയൊക്കെ ഈ അവകാശം ഇങ്ങനെ കൊടുത്തിട്ട് അതിനുശേഷം കൊണ്ടുപോയി അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്യും. ഈ പാവം തൊഴിലാളി താൻ അബ്സ്കോണ്ടിങ് ചെയ്യപ്പെട്ട ആളാണെന്ന് അറിയുന്നില്ല. ഇത് അറിയുന്നത് തന്റെ വിസ പുതുക്കുന്ന സമയം വരുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്തോ ആയിരിക്കും അബ്സ്കോണ്ടിങ് ആണെന്ന് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് കിട്ടുന്ന ശിക്ഷ? അവരെ ലൈഫ് ബാൻ അടിച്ച് കയറ്റി വിടുകയാണ്. ഈ രാജ്യത്തേക്കുള്ള എൻട്രി എന്നേക്കുമായി അവർക്ക് നിലയ്ക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള ചതിയിൽപ്പെടാതെ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് വിശ്വാസമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ വിസ വാങ്ങിച്ച് അത് ഡൊമസ്റ്റിക് സർവന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ വീട്ടിലേക്ക് തന്നെ ജോലിക്ക് പോവുക. അതല്ലാതെ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഒരു വിശ്വസ്തനായ ആളിന്റെ കയ്യിൽ നിന്നേ വാങ്ങാവൂ. നാളെ നമ്മൾ ചതിക്കപ്പെടുന്ന കേസുകളാണ് ഒരു 90% ഇവിടെ കാണുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താങ്കളെ ബന്ധപ്പെടാലോ. തീർച്ചയായിട്ടും നമ്മളിത് 10-22 വർഷം കൊണ്ട് സംശയം പറഞ്ഞു കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അഡ്വക്കേറ്റ് ശംസുദ്ദീൻ കരുനാഗപ്പള്ളി ഉണ്ട്. വളരെ പ്രശസ്തനാണ്, അതുപോലെ ഈ മേഖലയിൽ നല്ല നൈപുണ്യമുള്ള ആളുമാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. മുനീർ അൽ വഫ വിത്ത് ലവ്.